എന്താ അമ്മ ഈ പറയുന്നത്? അതൊക്കെ എങ്ങനെ നടക്കാനാ? അയാൾ എവിടെയാണെന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ. എന്തിനാ അമ്മ ആവശ്യമില്ലാതെ മോളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാക്കുന്നത്? ഞാൻ അങ്ങനെ വെറുതെ ആഗ്രഹം കൊടുക്കുന്നതല്ലടാ. നിലമോൾക്ക് അവളുടെ അച്ഛനുണ്ടല്ലോ. എത്രയും വേഗം തന്നെ അവൻ എവിടെയാ എന്ത് ചെയ്യുവാന്നൊക്കെ കണ്ടുപിടിച്ച് വിജിയുടെ കൂടെ വീണ്ടും ഞാൻ ഒന്നിപ്പിക്കും. ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാ ഞാനിപ്പോ പറഞ്ഞ പോലെ നിലയ്ക്ക് അവളുടെ അച്ഛന്റെ അടുത്ത് സന്തോഷായിട്ട് ഇരിക്കാലോ. ശരിയല്ലേ നിലമോളെ? ഇല്ല, എന്തില്ലെന്ന്? ഞാൻ സന്തോഷായിട്ടിരിക്കുന്നു പറഞ്ഞില്ലേ? അതില്ലെന്നാ പറഞ്ഞ മുത്തശ്ശി. അതെന്താ അങ്ങനെ പറയുന്നേ? മോൾക്ക് മോളുടെ അച്ഛന് വേണ്ടേ? എന്റെ അമ്മയ്ക്ക് വേണ്ടാത്ത ആരെയും എനിക്കും വേണ്ട. എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തവരെ എനിക്കും ഇഷ്ടമല്ല. അന്ന് മുത്തശ്ശി ഫോട്ടോ കാണിച്ചു എന്ന് പറഞ്ഞപ്പോ അമ്മ എന്നോട് ദേഷ്യപ്പെട്ട കണ്ടല്ലേ? അമ്മ ചീത്ത പറഞ്ഞില്ലേ? നില, അത് അന്നേരം അമ്മ എന്തോ ദേഷ്യത്തില് പറഞ്ഞതല്ലേ. മോൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഇല്ല മുത്തശ്ശി, എന്റെ അമ്മ കള്ളം പറയില്ല. അമ്മ സത്യ പറഞ്ഞത്. എന്റെ അച്ഛനെ പറ്റി മുത്തശ്ശി പറയുമ്പോ അമ്മ അത് കഴിഞ്ഞ് കരയാറുണ്ട്. ഞാൻ അത് കാണാറുണ്ട്. എന്റെ അമ്മയെ കരയിപ്പിക്കുന്ന ആരെയും എനിക്ക് വേണ്ടേ വേണ്ട. എനിക്കും അയാളെ ഇഷ്ടമല്ല. ഇത്രയും കാലം എന്നെ അമ്മയും കാണാത്തയാളെ ഇനി ഒരിക്കലും വരാൻ പോണുമില്ല, വരേണ്ട ആവശ്യവുമില്ല. നില, അതല്ല മോളെ അച്ഛൻ. അമ്മേ, എന്താ അമ്മേ കൊച്ചു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതൊക്കെ നമുക്ക് പിന്നെ പറയാം. നിലമോളെ, നിനക്കിന്ന് എക്സാം അല്ലേ? നീ പഠിക്ക്. നിന്റെ മുത്തശ്ശി ഇങ്ങനെയാ, ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞോണ്ടേയിരിക്കും. ഓക്കേ മാമ. ശിവ, എന്താടാ നില ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളുടെ അമ്മയെക്കാളും നിലമോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് എനിക്ക് കൂടുതൽ പേടിയാവുന്നത്. ഞാൻ എന്തേലൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി അവരെ തമ്മിൽ വീണ്ടും ഒന്ന് ഒന്നിപ്പിക്കാനാ മോനെ ശ്രമിക്കുന്നത്. പക്ഷെ ഇത് കണ്ടില്ലേ, ഇവക്ക് അവളുടെ അച്ഛൻ്റെ അടുത്ത് ഇത്രയും പെരുത്ത ദേഷ്യം. വിജയെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് വിചാരിച്ചാലും ഇവളുടെ അടുത്തത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, നീലൊരു കുഞ്ഞല്ലേ അമ്മേ. വിജി ചേച്ചി പറയുന്ന എന്തോ അതല്ലേ അവളും പറയുള്ളൂ. അവളിപ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ, ചേച്ചിക്ക് ഇഷ്ടമല്ലാത്തൊന്നും അവൾക്കും ഇഷ്ടാകില്ല. അതുപോലെ ചേച്ചി ഒരിക്കൽ അയാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിലമോള് സമ്മതിക്കും അമ്മേ. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറയുന്ന ശരിയും തെറ്റുമൊക്കെ. അതുകൊണ്ട് നമുക്ക് ആദ്യം ചേച്ചിയുടെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് മതി ബാക്കിയുള്ള സംസാരമൊക്കെ. നീ പറഞ്ഞത് കറക്റ്റാടാ. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ആ വിക്രമിനെ കണ്ടുപിടിക്കണം. ആ വിക്രം ഏത് നാട്ടിലാന്ന് പോലും നമുക്കറിയില്ല. എന്റെ പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ കേട്ട് എത്രയും വേഗം ദൈവം ഒന്ന് കാണിച്ചു തന്നാ മതിയായിരുന്നു. അതെല്ലാം കാണിച്ചു തരും അമ്മേ. ഇതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നീലയുടെ കാതിലെങ്ങാനും എത്തിയ പിന്നെ അവൾ നേരെ പോയി ചേച്ചിയുടെ അടുത്ത് പറയും. പിന്നെ ചേച്ചിയുടെ വായിന്ന് എന്താ വീഴുന്നതെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അത് ശരിയാടാ. അവളെങ്ങാനും ഇതിനെ കുറിച്ച് അറിഞ്ഞാലുണ്ടല്ലോ, എന്റെ ദൈവമേ, അവള് താണ്ട പാടും. രാവിലെ തന്നെ ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞിട്ടാ നമ്മുടെ കൂടെ വിട്ടെ. അതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്നാ പിന്നെ ഒന്ന് വായടച്ചിരിക്കും. എന്താ ഒരു 10 മിനിറ്റ് നിക്കാടാ. വീട്ടിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞപ്പോ സമയാന്ന് പറഞ്ഞ് ഓടി വന്നല്ലേ. മുത്തശ്ശി എനിക്ക് ടിഫിൻ തന്നു വിട്ടിട്ടുണ്ട്, കഴിച്ചിട്ട് പോവാം. അച്ഛാ, അതൊന്നും വേണ്ട അച്ഛാ. എക്സാമിന് ടൈം ആയച്ചാ. ഇപ്പൊ പിള്ളേരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. ഇനിയും സമയമുണ്ടറാ. ഒരു 5 മിനിറ്റ് പോരെ അതിന്. ഏയ് ഹായ് നില. അങ്കിൾ, ഇതാ എന്റെ മുത്തശ്ശി. ഇതെന്റെ മാമൻ, പേര് ശിവ. ഹായ് സർ. നമസ്കാരം മോനെ. മോനെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. നില നല്ല സ്മാർട്ടാണ് കേട്ടോ. അവള് സംസാരിക്കുന്ന ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നും. പ്രായത്തിൽ ചെറുതാണെങ്കിലും അവൾക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ട്. അതിനൊക്കെ കാരണം എന്റെ മോള് തന്നെയാ. എന്റെ പേരക്കുട്ടി മോളുടെ തനി പകർപ്പാ. നന്നായി വളർത്തുന്നുണ്ട് അവര്.
എനിക്കിപ്പോ സമയമായി. അച്ഛൻ വീട്ടിൽ പോയിക്കോ, ഞാൻ ക്ലാസ്സിൽ പോവാ. കവിൻ, വാശി പിടിക്കാതെ കഴിച്ചിട്ട് പോ. അയ്യോ എന്താ മോനെ, അവനിതുവരെ കഴിച്ചില്ലേ? വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തിട്ട് വരണ്ടായിരുന്നോ? അവൻ കഴിച്ചിട്ടില്ല. എക്സാം ഉണ്ടെന്നും പറഞ്ഞ് തിടുക്കത്തിൽ ഓടി അവിടെ നിങ്ങോട്ട് പോന്നതാ. ഇവിടെ വന്നിട്ടെങ്കിലും കഴിപ്പിക്കാന്ന് വിചാരിച്ച ഞാൻ ടിഫിൻ എടുത്തോണ്ട് പോന്നതാ. ഇപ്പൊ അവൻ വേണ്ടെന്നാ പറയുന്നത്. അത് ശരിയാ, നിലമോള് എന്തോ എക്സാം ആണെന്നും പറഞ്ഞ് ഓട്ടോയിലിരുന്ന് പഠിക്കുമായിരുന്നു. ഇതൊക്കെ പഠിച്ചാലും ഞാനായിരിക്കും എക്സാമിന് ഫസ്റ്റ്. എനിക്കും ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാം. സ്കൂളിൽ തന്നെ നിനക്ക് നേരത്തെ വരാൻ പറ്റുന്നില്ല, എന്നിട്ട് എക്സാമില് നീ ഫസ്റ്റ് വാങ്ങിക്കുന്ന. എന്തൊക്കെയായാലും ശരി, ഈ എക്സാമില് ഫസ്റ്റ് വാങ്ങിച്ച് ജയിക്കാൻ പോകുന്നത് ഞാനാ. ഡാ കവിനെ, അങ്ങനൊന്നും പറയാൻ പാടില്ല. എക്സാം നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ 2 പേർക്കും ഫസ്റ്റ് ആയിട്ട് വരാം. അതൊന്നും പറ്റില്ല, ഞാൻ തന്നെ ഫസ്റ്റ് വരും. അച്ഛൻ വേണമെങ്കിൽ കണ്ടോ. കവിൻ, വേണ്ട മോനെ, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവര് തമാശക്ക് പറയുന്നതാ. കബിൻ മോന്, നീയും എന്റെ പേരക്കുട്ടി പോലെ തന്നെയാ. നിലമോള് മാത്രമല്ല, നീയും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം, കേട്ടല്ലോ? ആഹാ, അയ്യോ മുത്തശ്ശി മറന്നുപോയി. എന്താ മോളെ? എനിക്ക് പെൻസില് വേണം, ഞാൻ അത് മറന്നുപോയി. ശിവമാമ, എനിക്കൊരു പെൻസിൽ വാങ്ങിച്ചു തരോ? മോൾക്ക് എന്താ പെൻസിലാണോ വേണ്ടേ? നിക്ക്, ഞാൻ അടുത്ത കടയിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. മോള് വേഗം നോക്കിയോ? വരണേടാ. ശരി അമ്മ. എന്നാ വാ, സമയം പോകുന്നു. വേഗം വന്ന് കഴിക്കും. അച്ഛാ വേണ്ട അച്ഛാ. കവിൻ, അങ്ങനെ ഭക്ഷണം കഴിക്കാതെയൊന്നും എക്സാമിന് പോവാൻ പാടില്ല. കഴിക്കാതെ പോയ എന്താ പറ്റുമെന്നുള്ളത് അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ലേ മോന്? എന്താവുന്ന? ഭക്ഷണം കഴിക്കാതെ പോയാ പഠിച്ചതൊക്കെ മറന്നുപോവും. കഴിച്ചിട്ട് എക്സാം എഴുതിയാല് പഠിച്ചതൊക്കെ ഓർമ്മ വരും, നന്നായിട്ട് എഴുതാനും പറ്റും. എന്നാലേ മോൻ പറഞ്ഞ പോലെ ഫസ്റ്റ് വാങ്ങാൻ പറ്റും. നിലമോള് നോക്ക്, രാവിലെ കുളിച്ച് ഭക്ഷണം കഴിച്ചാ വന്നേ. അതുകൊണ്ട് അവൾക്ക് പഠിച്ചതൊക്കെ ഓർമ്മ വരും. ഒരു പക്ഷെ ഇവര് പറഞ്ഞ പോലെ നടക്കൂ? നിങ്ങൾ നുണ പറയാ. ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ മോൻ തന്നെ അച്ഛനോട് ചോദിച്ചു നോക്ക്. അച്ഛാ സത്യമാണോ? അതേടാ, മുത്തശ്ശി പറഞ്ഞ എല്ലാം കറക്റ്റാ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിച്ചിട്ട് പോവാ. അച്ഛൻ എനിക്ക് വരുത്താം. വെരി ഗുഡ്. നില, ഇതാ പെൻസിൽ. സൂക്ഷിച്ചു വെക്കണോ കേട്ടോ. ശരി മോനെ, അന്നാ കൊച്ചിന് ഭക്ഷണം കൊടുക്ക്, ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ. നില, വാ മോളെ. നിലമോളെ, നിനക്കും കുറച്ച് കഴിച്ചുകൂടെ? എനിക്ക് വേണ്ട അങ്കിൾ, ഞാൻ കഴിച്ചതാ. നിലമോള് കഴിച്ചിട്ടാ വന്നേ. മോൻ കവിന് വാരി കൊടുത്തോ.